നിങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് മാത്രമുള്ള കുഴപ്പമില്ല. അവിടെ എന്താ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ കാണണം എന്നാണെങ്കിൽ ചോദിക്കാൻ പറ്റുള്ളൂ. ചിലയിലൊക്കെ മുഖം കാണുമ്പോഴേ നമ്മൾ പേടിച്ചിട്ട് ചോദിക്കാനേക്കുള്ളൂ. നിങ്ങളെ ഒന്ന് ചിരിക്കാമോ? പുരുഷന്മാരൊന്ന് ചിരിക്കാമോ? താങ്ക് യു കേട്ടോ. സ്ത്രീകള് ചിരിച്ചോണ്ടിരിക്കുന്ന കുഴപ്പമില്ല, പ്രശ്നമില്ല. ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചോട്ടെ, ഹാപ്പിയാണോ? വീട്ടില് ഒന്ന് പോടവേ. നിങ്ങൾ ഈ തള്ളി ഉണ്ടല്ലോ. എന്റെ അടുത്തൊക്കെ കൗൺസിലിംഗ് അതെ. ഇന്ന് എന്നെ അട്ടച്ചാട്ടിൽ നിന്ന് ഒരു കുടുംബം പിടിച്ചേക്കാം. അച്ഛനോടൊന്ന് വരാൻ പറ്റുമോ? ഞാൻ വെച്ചാൽ എന്ത് ഈ പത്തനംതിട്ടയിൽ എന്റെ അടുത്തേക്ക് വരണം. ഞാൻ പറഞ്ഞു അല്ല അച്ഛാ, പ്രശ്നം അച്ഛാ. ക്ലാസ് കഴിഞ്ഞപ്പോ ആകെ പ്രശ്നം. ക്ലാസ് കഴിഞ്ഞപ്പോ ചിന്തിച്ചു, ദൈവമേ അച്ഛൻ്റെ അടുത്തുനിന്ന് പോയി ഇതൊന്ന് ശരിയാക്കണം. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്റെ ചേട്ടനെ പൊന്നേട്ടാ, ഇപ്പൊ തന്നെ ജനുവരി പാതി വരെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞേക്കാം. ഇനി കിട്ടാൻ നേരമില്ല. ഞാൻ ജനുവരിയിൽ ആദ്യം തന്നെ വിളിക്കും. ഞാൻ അപ്പൊ തരാം. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് ചോദിച്ചോട്ടെ, വീട്ടില് ഹാപ്പിയാണോ? ഈ പിള്ളേർക്ക് ഡേഞ്ചറാണ് കേട്ടോ. അവന്മാര് സത്യം പറയും. ഓക്കെ, അല്ലാന്നാണ് അവന്മാര് പറഞ്ഞേ. ശരിയല്ലേ? നിങ്ങള് കുടുംബജീവിതം ഒത്തിരിയേറെ. ഞാൻ ആദ്യമേ തന്നെ ചോദ്യം ചോദിച്ചോട്ടെ, പിന്നെ ഒരു ചോദ്യം ചോദിക്കാം. കുറെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങളുടെ ജീവിതം. എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലെ? ഞാൻ ആദ്യമേ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരുടെ കൈവക്ക്. വൃത്തികെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. അച്ഛന്മാർക്ക് എക്സെപ്ഷൻ ഉണ്ട്, വേണ്ട കുഴപ്പമില്ല. അച്ഛന്മാരെ നിങ്ങൾ നോക്കണ്ട. ഞാൻ നിങ്ങളോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവക്ക്. മാർക്കിടുന്ന ദൈവം അറിയാനൊക്കത്തില്ല. മാർക്ക് പുള്ളിട്ടോട്ടെ, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇപ്പൊ പരീക്ഷ എഴുതുന്ന ഒരു കൊച്ചിനെ അറിയാലോ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഏകദേശം, അല്ലേ? ആണോ അല്ലയോ? ഇവിടെ ഒരു ചേട്ടൻ നല്ല ചേട്ടൻ കേട്ടോ. പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു മാർക്ക് ഇടുന്ന ദൈവമാണ്. ദൈവം മാർക്ക് കിട്ടോട്ടെ. പക്ഷെ പരീക്ഷ എഴുതുന്ന കൊച്ചിനെ അറിയാലോ, ഈ കൊച്ചിനെ അറിയാലോ എത്ര മാർക്ക് കിട്ടുമെന്ന്. വികാരം കിട്ടും, 100-ൽ 90 കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ചിന്തിച്ചോക്കെ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരുടെ കൈവക്ക്. ചേട്ടൻ ഇപ്പോഴും ഇല്ലേ? നല്ല കാര്യം. മാർക്ക് വെച്ചിട്ടുണ്ടോ? 2, 3, 4, 5. ഞാൻ ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തില് ഞാൻ 5 പേരെ കൂടി കിട്ടേക്കാം. 10 പേരെ പോണോളൂ. ഇടവഴി നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചോക്കെ. നമ്മൾ ആദ്യമായിട്ട് കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോ കുട്ടികളെ വേദപാഠം അല്ലെ? ഇവിടെ അങ്ങനെയല്ലേ? ഞായറാഴ്ച അല്ലേ? സൺഡേ സ്കൂൾ. ഓക്കെ, സൺഡേ സ്കൂളിൽ ചെന്നിരുന്നപ്പോ കുട്ടികൾ ഇങ്ങനെ വട്ടിയിരുത്തിയിട്ട് ടീച്ചർമാര് പഠിപ്പിച്ച മക്കളെ എവിടെ പോണം? സ്വർഗത്തിൽ പോണം. എന്തു വന്നാലും സ്വർഗത്തിൽ പോണം. നമ്മൾ ഈ ജീവിക്കുന്നത് പോലും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ. നീ 1ാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഇവിടെ സൺഡേ സ്കൂൾ എത്ര ക്ലാസ് വരെ ഉണ്ട്? +2 വരെ ഉണ്ട്. ഓക്കെ, 12 വർഷം പഠിച്ചു. എവിടെ പോകാനുള്ള വഴിയാ? സ്വർഗത്തിൽ പോകാനുള്ള വഴി കേട്ടോ. 12 വർഷം ചെറുതല്ല കേട്ടോ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എല്ലാ വർഷവും ഇവിടെ ഏതെങ്കിലും കൺവെൻഷനോ ക്ലാസ്സുകളോ വെക്കും, അല്ലേ? വെക്കാറുണ്ടോ? ഉണ്ട്. ഒരു വർഷം എത്ര എണ്ണം ഉണ്ടാവും? 1-2 ഉണ്ടാവും. ഓക്കെ, എല്ലാ വർഷം വെച്ച് 2 കൂടുന്നവരാ. എന്നിട്ട് നിങ്ങൾക്ക് 2 ഇല്ലേ? അതിൽ കൂടുതലുണ്ട്. ഞാൻ മിനിമം വെച്ചേക്കണേ 2 കേട്ടോ. ഈ 2 വെച്ച് എല്ലാ വർഷം കൺവെൻഷൻ കൂടാ. എവിടെ പോകാനുള്ള വഴി പറയണേ? സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരും ഇതേ വന്നേക്കൊരു പൊട്ടൻ പ്രസംഗിക്കാൻ. എവിടെ പോകാനുള്ള വഴിയാ പറയാൻ പോണേ? സ്വർഗത്തിൽ പോകാനുള്ള വഴിയാ പറയണേ. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും കൺവെൻഷൻ കൂടിയിട്ട് നിങ്ങൾ 10 പേരെ പോകണമെന്നുള്ളൂ ഉറപ്പുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, നാണം ഉണ്ടോ? ഒരു പുള്ളി എന്നെ നോക്കിട്ട് കാണിക്കുക ഇല്ല. ഒന്ന് ലേശ ഉളുപ്പ്, ലേശ ഉളുപ്പ് അതുമില്ല, നാണമില്ല, മാനമില്ല, ഒരു ഉളുപ്പില്ലാത്ത മകളോടെ ഞാൻ പ്രസംഗിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, ഇത്രയും ധ്യാനം കൂടി ഈ അച്ഛന്മാര് ഈ ഞായറാഴ്ച തന്ന് അല്ലെങ്കിൽ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രസംഗിക്കാൻ അവസരമൊക്കെ ഉണ്ടാകുമ്പോ അവര് പ്രസംഗിച്ചും ഇത്രയും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പറയാ എവിടെ പോകില്ലെന്ന് നമുക്ക് കുറെ പേർക്ക് ഉറപ്പാ, അല്ലെ? ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോഴും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ആ പുള്ളി സ്വർഗത്തിൽ പോകുന്നതിരിക്കും 100% ഉറപ്പാക്കട്ടെ. ഞാൻ പോകണ്ടേട്ടാ, ചേട്ടനെ ഞാൻ കൊണ്ടുപോകും. ചേട്ടന്റെ പേരിലൂട്ടാ മോഹിച്ച് നിന്നപ്പോ കിട്ടും കേട്ടോ. ഓക്കെ, മോഹൻ ചേട്ടനെ ഞാൻ കൊണ്ടുപോകണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യത്തിലുള്ളൂ,
നമുക്കറിയാം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എന്തുകൊണ്ടാ സ്വർഗത്തിൽ പോകില്ലെന്ന് പറഞ്ഞേ? എന്തുകൊണ്ടാ നിങ്ങൾ എല്ലാവരും പറയണേ? ഞങ്ങൾ അച്ഛാ സ്വർഗത്തിൽ പോകുന്നത് വലിയ ഉറപ്പൊന്നുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം എന്തൊക്കെയോ കുറവുകള് നമുക്ക് ഉണ്ട്. പക്ഷെ തിരുത്തണം എനിക്കറിയാം, തിരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും തിരുത്തിയിട്ടില്ല. പലതും CC അടഞ്ഞ് തീരാറായി, എന്നുവെച്ചാൽ കുഴിയിൽ വെക്കാറായി ചിലങ്ങള്. എന്നിട്ടും തിരുത്തി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്കറിയാം ക്ഷമിക്കണമെന്ന്. ക്ഷമിക്കാൻ പറ്റുമോ? എനിക്കറിയാം സ്നേഹിക്കണമെന്ന്. സത്യം. നിങ്ങൾ ഈ സത്യവേദ പുസ്തകം ബൈബിള് മൊത്തം അരിച്ച് കലക്കി കുടിച്ച് എന്നെക്കാളും വചനങ്ങൾ നിങ്ങൾക്ക് കാണപ്പററിയാം. പക്ഷെ അച്ഛൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അറിയാം ക്ഷമിക്കണമെന്ന്. നിങ്ങൾ ക്ഷമിക്കോ? ക്ഷമിക്കേണ്ടാത്തതുണ്ടോ? അപ്പൊ എല്ലാം ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, കൊള്ളാട്ടോ. മുമ്പേ നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഓർത്തൊക്കെ ക്ഷമിക്കണമെന്ന് അറിയാം, നമുക്ക് പലർക്കും പറ്റണില്ല. സ്നേഹിക്കണമെന്ന് അറിയാം, നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. വിട്ടുകൊടുക്കണമെന്ന് അറിയാം, പറ്റുമോ? ഇല്ലെന്നേ. നമ്മള് പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം കുറച്ചും കൂടെ എളിമപ്പെടണമെന്ന്. പറ്റുമോ? പറ്റില്ലെന്നേ. വെറുപ്പ് തോന്നരുതെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് വെറുപ്പ് തോന്നിക്കൊണ്ടിരിക്കുക. പറ്റുമോ? അത് വേണ്ടതൊക്കെയാണ്. ഞാൻ ആത്മാർത്ഥത വേറെ ചോദ്യം ചോദിക്കട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു കൈവൊക്കെ അതിനകത്ത് ജന്മങ്ങളുണ്ടാവട്ടെ. ഞാൻ പുരുഷന്മാരെ മാത്രം നോക്കുന്നത് അതുകൊണ്ടാണ്. കൈവൊക്കെ നിങ്ങൾ കൈവൊക്കെ ആഗ്രഹിച്ചിരുന്നാ മതി. ഇപ്പൊ കിട്ടും കേട്ടോ. ഇങ്ങനെ ഇരുന്നോ കേട്ടോ. ഈ കൺവെൻഷന് കൂടുമ്പോ അടുത്ത ദിവസം ധ്യാനമാണ്. എല്ലാം വന്നിരിക്കും. അടുത്ത വർഷം കുടുംബ നവീകരണത്തെ കുറിച്ച് ക്ലാസ്. ഇടവഴി നമുക്കറിയാം എങ്ങനെ ജീവിക്കണോന്ന്. പക്ഷെ ഇത് എന്തെങ്കിലും മനസ്സിൽ കയറണ്ടോ? ജീവിതത്തിൽ കയറണ്ടോ? ഞാനെന്തൊക്കെ ഓർമ്മിപ്പിച്ചു പറഞ്ഞില്ല. ഈ ചടങ്ങാണ് പറഞ്ഞത്. പുള്ളിക്ക് ഒന്നും കയറാത്തോണ്ട് പുള്ളി പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഇന്നെങ്കിലും കയറട്ടെ കേട്ടോ. എന്റെ പ്രതീക്ഷ അതാണ്. ഒരാളിലെങ്കിലും കയറണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. ഒരാളിലെങ്കിലും കയറിയാൽ മതി. എല്ലാവരും. എനിക്ക് ഒറ്റ കാര്യം, എനിക്ക് ഈ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ആവശ്യമുണ്ട്. 2 കാര്യങ്ങളുള്ളൂ. ഇന്ന് പോയിട്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരാളോട് നിങ്ങൾ ക്ഷമിക്കണം. പറ്റുമോ? ഒരു ഹോംവർക്ക് അച്ഛൻ ഈ ക്ലാസ്സിലൂടെ പറയാ. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരാളോട്. കുറെ പേരോടുണ്ട് ക്ഷമിക്കാൻ, പക്ഷെ ഒരാളോട് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോ ഒന്ന് ക്ഷമിക്കണം. രണ്ടാമത്തെ കാര്യം അച്ഛൻ ആവശ്യപ്പെടാ. ഈ ഹോംവർക്കാണ് മറ്റച്ഛന്മാർ ക്ലാസ് എടുക്കുന്നത് പോലെയോ ധ്യാനിപ്പിക്കുന്നത് പോലെയല്ല എന്റെ ധ്യാനം. ഞാനിവിടെ ധ്യാനിപ്പിച്ചിട്ടുണ്ട് ഈ തൊട്ടടുത്തൊക്കെ പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ ധ്യാനം ഹോംവർക്ക് പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ കാരണവന്മാർക്കുണ്ട് ഹോംവർക്ക് ധ്യാനത്തിന് കേട്ടോ. രണ്ടാമത്തെ ഹോംവർക്ക് ഇത്രയേ ഉള്ളൂ. ഒരാളോടെങ്കിലും ഇത്രയും നാളെ മിണ്ടാത്ത ഒരാളോട്, വെറുപ്പ് തോന്നിയ ഒരാളോട് ഇന്ന് വിളിച്ച് അല്ലെങ്കിൽ നാളെയോ ഒരു ഹായ് പറയണം. ഫോണിൽ കൂടെ മതി, നേരിട്ട് പറയണ്ട. നേരിട്ട് കണ്ടപ്പോ കൊടുക്കണമെന്ന് തോന്നും, എന്നാലും അച്ഛൻ പറഞ്ഞുകൊണ്ട് ഒന്ന് ഫോൺ വിളിച്ച് ഒരു ഹായ് പറയണം. ചിലപ്പോ ജീവിത പങ്കാളിയോട് തന്നെ പറയേണ്ടി വരും. മിണ്ടാത്ത കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ ഇടയില്, ഇല്ലേ? എനിക്കറിയാം പത്തനംതിട്ടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛൻ പറയാ 2 ഹോംവർക്ക് പറഞ്ഞു. ഒന്നാമത്തെ ഹോംവർക്ക് ഒന്നുണ്ടാ ഒരാളോട് ക്ഷമിക്കണം. രണ്ടാമത്തെ കാര്യം ഒരാളോട് മിണ്ടണം. കണ്ടു കിട്ടാൻ പറ്റിയ അത്രയും നല്ലത്. ഇല്ല എങ്കിൽ ഫോണിൽ വിളിച്ച് എടാ ബേസിലെ നിനക്ക് സുഖാണോ പറയും. എന്തിനാ എന്നെ വിളിച്ചേ? ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന ഒരു പൊട്ടലച്ചൻ പറഞ്ഞത് വിളിക്കണമെന്ന്. അങ്ങനെയെങ്കിലും പറഞ്ഞു കേട്ടോ. അപ്പൊ അതുകൊണ്ട് വിളിച്ചതാ. ഈ ബോധലാത്തന്മാരൊക്കെ പറഞ്ഞിട്ടിട്ട് വരരുത്. പക്ഷെ നിങ്ങൾ ഓർത്തോളാം, അത് ദൈവത്തിന് മുമ്പില് വിലയുണ്ടാവും. 2 ഹോംവർക്ക് അച്ഛൻ പറഞ്ഞു. ഏതൊക്കെ? ഈ പുള്ളിയുടെ തലയിൽ കയറിയിട്ടുണ്ടോ നോക്കട്ടെ. എന്തൊക്കെ ഞാൻ 2 പറഞ്ഞ കാര്യങ്ങൾ ക്ഷമിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മിണ്ടണം. ആരോട്? കെട്ടിയോടല്ല, വേറെ ആരോട്? ശത്രുക്കളോട്. അങ്ങനെയൊന്നുമില്ല, ശത്രുക്കളൊന്നുമില്ല. ഓക്കെ. 2 ഹോംവർക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്താൽ മതി.
എനിക്ക് ക്ലാസ്സിലൂടെ എനിക്ക് നിങ്ങൾ തരാവുന്ന ഏറ്റവും വലിയ ആശ്വാസവും സന്ദേശവും ഞാൻ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യമാണ്. നിങ്ങൾ ചെയ്യോ? താങ്ക് യു. പുരുഷന്മാര് മാത്രമായിട്ട് ഇവിടുത്തെ പുരുഷന്മാരാണ് കുറച്ചുകൂടി നല്ലതല്ലേ? അല്ലേ? നല്ല ഭംഗിയിട്ടുണ്ട് നിങ്ങളൊക്കെ കാണാൻ. നല്ല പുരുഷന്മാരാ. സ്ത്രീകളൊക്കെ പോട്ടെ. ഓക്കെ. പക്ഷേ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇനി ഞാൻ ക്ലാസ്സിലേക്ക് വരാം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തോരം പ്രശ്നങ്ങളാണെന്നറിയുന്ന കുടുംബത്തില്, എന്തോരം പ്രശ്നങ്ങളാണെന്നറിയോ? എന്റെ പണ്ടിടവേ ഓരോ ദിവസവും കൗൺസിലിങ്ങിന് വരുമ്പോ കേൾക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഡിവോഴ്സ് ആയിട്ട് എത്ര പേര് കഴിഞ്ഞ ദിവസം ഡിവോഴ്സ് കേസ് വന്നേക്കാം. ഞാൻ ചോദിച്ചു കുടുംബ കോടതി വിട്ടേക്കാം. ജിനുവച്ച ഒന്ന് സംസാരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടുള്ളൂ. അവള് പറയാ ഡിവോഴ്സ് വേണം, അവള് പറയാ ഡിവോഴ്സ് വേണം. എന്റെ അടുത്ത് വന്നിരിക്കുക രണ്ടും കൂടി. ഞാൻ ചോദിച്ചു അവിടെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കട്ടോ, തട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവന്റെ മുമ്പിലിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? അപ്പൊ അവൻ എന്നെ നോക്കിട്ട് കാണിക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു എന്തേടി ഇതിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവസാനം ചോദിച്ചു നിങ്ങൾ ആ ഫോൺ താഴെ വെച്ച് എന്നിട്ട് കാര്യം പറ. കൊറേ നേരം സംസാരിച്ചു രണ്ടുപേരും മിണ്ടില്ല. അതൊരു ഏറ്റവും വലിയ പ്രശ്നം. മിണ്ടി പതക്കെ ഞാൻ ചോദിച്ചു എന്താടി പ്രശ്നം എന്നിട്ടാ? എന്റെ പൊന്നച്ചാ എനിക്ക് ഇയാളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല. ചോദിച്ചു എന്തിയെ? എന്റെ അച്ഛൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാൻ പറ്റത്ത എന്തൊക്കെ പ്രശ്നമുള്ളേ? എന്റെ പൊന്നച്ചാ രാത്രി മനുഷ്യൻ കൂർക്കം വലിക്കണ കേട്ടാ. ഞാൻ ചോദിച്ച കൂർക്കം വലിക്കണേന് എനിക്ക് പറ്റത്തില്ല. എന്റെ പൊന്നുമോളെ കൂർക്കം വലിക്കുന്ന ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു കൂർക്കം വലിക്കൽ പോലും ഡിവോഴ്സ് ഫയൽ ചെയ്തൊക്കെ. ഞാൻ എത്ര പറഞ്ഞിട്ട് അവിടെ നിലകേറിയിട്ടില്ല. എന്തേ നമ്മുടെ കുടുംബം ഇങ്ങനെ? സ്വസ്ഥതയുണ്ടോ? സ്വസ്ഥതയുണ്ടോ? ഇവന്മാരെ എല്ലാത്തിനും ഇല്ല. ഇവന്മാരെ ഏത് കുടുംബത്തിലാ ജീവിക്കണം? അല്ലാതെ സ്വസ്ഥതയുണ്ട് നിങ്ങൾക്ക്? സമാധാനമുണ്ടോ? ഇടവേ എന്റെ ആത്മാർത്ഥമായിട്ട് പുരുഷന്മാരോട് ചോദ്യം ചോദിക്കാം. ചോദ്യം പ്രസക്തമാണ് കേട്ടോ. അയ്യോ ഈ ചേട്ടനോ? ഓക്കെ. അപ്പൊ പ്രസക്തമായ ചോദ്യത്രേ ഉള്ളൂ. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളിത്തം നമ്മ അതിന്നോളം എത്ര പേരുണ്ട്? കൈ വെക്കണ്ട. കൈ വെക്കണ്ട. എത്ര പേരുണ്ട്? ഒരു ചേട്ടൻ ചോദ്യം ചോദിച്ചപ്പോ തന്നെ എന്റെ പൊന്നച്ച ഈ ജീവിതത്തിൽ തന്നെ പഠിച്ചില്ല, ഇനി അടുത്തൊരു ജീവിതത്തിൽ ഞാൻ ഇതിനെ തന്നെ കൊണ്ടുപോകാം. അടുത്ത ജീവിതത്തിൽ ഇങ്ങനെ തന്നെ മതിയാ? ദൈവം വേണ്ടാ ചിന്തിച്ച മതിയാ? നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഉത്തരം പറയണ്ട, മിണ്ടണ്ട. ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കാൻ പോവാ. ഇത് എന്നെക്കാളും കൂടുതൽ കണ്ണുകൾ ഇങ്ങോട്ട് വരും. ഞാൻ ചോദ്യം പറഞ്ഞിട്ട് ഞാൻ പോകും. അച്ഛൻ ചോദിച്ചു നീ എന്തിനു കൈവക്കാന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് തുടക്കം തന്നെ പറഞ്ഞേക്കാം, കൈവക്കണ്ട. ഷാള് അടങ്ങിട്ടോ നോട്ടൊക്കെ വരും കേട്ടോ. ഞാൻ ചോദിക്കുമ്പോ ഇങ്ങനെ ഇരുന്നാ മതി. കണ്ടില്ല കേട്ടില്ല എന്തെങ്കിലും പറഞ്ഞ് വോട്ടെന്ന് വെച്ചിരുന്നാ മതി. ചോദിക്കുന്ന ചോദ്യത്തിനേ ഉള്ളൂ. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി തന്നെ മതിയോടെ എത്ര പേരുണ്ട്? എല്ലാത്തിനും മുഖം നോക്കിയേ, അനങ്ങണില്ല, ചിരിക്കണില്ല. ശരിയല്ലേ? നിങ്ങള് മടുത്തു തുടങ്ങി നമുക്ക് അല്ലേ? സഹിച്ച് മടുത്തിട്ടില്ലെന്നറിയാം. ഇതും കിട്ടിക്കോളും കേട്ടോ. എല്ലാവിധ ബെസ്റ്റ് വിഷസ് ഇനിയും കിട്ടട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മടുത്തു തുടങ്ങി. ഇത്രയും നാള് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കൗൺസിലിംഗ് വന്നപ്പോ ഒരു മേരി ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് 37 വർഷമായി. 37 വർഷം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറയാ അച്ഛ പറ്റണില്ല, അച്ഛ മടുത്തു. എന്തിനച്ചോ അതിനെ തല കിട്ടിയത്? മടുത്തു. 37 വർഷമായി. മനസ്സിലാക്കാൻ പറ്റില്ല ഇതിനെ. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ ഭാര്യയിലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന? മോഹനചേട്ടാ മോഹനചേട്ടാ ഇതിപ്പോ മോഹനചേട്ട ഭാര്യ ഇവിടെ നിൽക്കണ്ടോ? വന്നിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്ക് എന്ത് തോന്നുന്ന കിട്ടില്ല. കേട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ അറിയാതെ അറിയോ? ഇല്ലെന്നേ. ഞാനിതുപോലെ കഴിഞ്ഞ ദിവസം
ഇതിന് തൊട്ടടുത്തൊരു പള്ളിയാട്ടോ, തൊട്ടടുത്ത പള്ളിയില്ല. ഞാൻ ഇതുപോലെ ഒരു കൺവെൻഷന് വേണ്ടിയിട്ട് ഞാൻ ചോദ്യം ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചേ, അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിതം പങ്കാളി തന്നെ മതി എന്നുള്ളതിന് കൈവക്ക്. ഞാൻ ആളുകളല്ലാണ്ട് കൈ പൊക്കണ്ട. പക്ഷെ മുമ്പിൽ ഇരിക്കുന്ന വെല്ലുവിളിച്ച് ഇതുപോലെ ആദ്യത്തെ റോയിൽ ഇരിക്കുന്ന വെല്ലുവിളിച്ച് കൈ പൊക്കി പിടിച്ചേക്കാം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മച്ചി പൊക്കണ്ട. അമ്മച്ചി ഇല്ലച്ചോ ഞാൻ പൊക്കും, ഞാൻ പൊക്കും, ഞാൻ പൊക്കും. ഞാൻ പറഞ്ഞ പൊന്നമ്മച്ചി പൊക്കണ്ട അമ്മച്ചിയെ. അമ്മച്ചോ ഇല്ലച്ചോ ഞാൻ പൊക്കും, എനിക്ക് ഈ ചായന മതി. അപ്പൊ ഞാൻ ഈ ചായ ഏത് ഇച്ചായ നോക്കിയപ്പോ ഈ ചായന മതി. ഇച്ചായ ഇവിടെ ഇരിക്കാട്ടോ. ഇച്ചായൻ കൈ പൊക്കി കഴിഞ്ഞപ്പോ ഇച്ചായന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. പുള്ളിക്കാരത്തി കൈ പൊക്കിയ വഴി ഈ മനുഷ്യൻ ഈ കൈ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം വരാൻ കൊണ്ട്, എന്തോ പ്രശ്നം വരാൻ കൊണ്ട്. കർത്താവ് ഇത് ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കുടുംബ നവീകരണ ജ്ഞാനം കൂടി കുടുംബ പ്രശ്നം ആകെ നിലനിർച്ചോട്ട് ഞാൻ പറഞ്ഞ പൊന്നമ്പിച്ചി പൊക്കണ്ട. പുള്ളിക്കാർക്ക് പറയാ ഇല്ലച്ചോ ഞാൻ പൊക്കും, ഞാൻ പൊക്കും, എനിക്ക് ഈ ചൈന മതി. എനിക്ക് അത്ഭുതമായിപ്പോ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സാധനത്തിന്റെ അടുത്ത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരു അമ്മച്ചിയോട് പറയണേ എനിക്ക് ഇതിന് മതി എന്ന് പറയണേ. ഞാൻ അതിനോട് വിളിച്ചു, എന്റെ കൂടെ നമ്മൾ കൊടുന്നിരുത്തി. ഞാൻ ചോദിച്ചു എന്തേ ഇതിനെ മതി എന്ന് പറയണേ. ഈ പുള്ളിക്കാർക്ക് പറയണേ നിങ്ങൾ കേൾക്കണം കേട്ടോ, ഇതുപോലൊരു സാധനത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ജന്മങ്ങൾ വളരെ വിരളമാണ് ഇങ്ങനത്തെ ഒരു സാധനം. പുള്ളിക്കാർക്ക് എന്നോട് പറഞ്ഞ ഉത്തരം എങ്ങനെയാ, എന്റെ പൊന്നച്ച എനിക്ക് ഞാൻ ഇച്ചായിരുന്നു 5 വയസ്സിന് ഗ്യാപ്പാ. ഞാൻ പറഞ്ഞു സമ്മതിച്ച്. എന്റെ അച്ഛ ഇച്ചായിനിപ്പ 55 വയസ്സ്, എനിക്ക് 50 വയസ്സ്. ഓക്കെ. എന്റെ അച്ഛോ ഇച്ചായന്റെ 50 വയസ്സ് വരെ, എന്ന് വെച്ചാൽ എന്റെ 45 വയസ്സ് വരെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടില്, ഭയങ്കര പ്രശ്നം. ഇടിപ്പലകളോ ഒച്ചപ്പാട് മിണ്ടാ സമ്മതിക്കില്ലായിരുന്നു ഈ മനുഷ്യൻ. എന്റെ അച്ഛൻ സ്വസ്ഥത ഉണ്ടാകുന്ന വീട്ടില് എന്നും ബഹളമായിരുന്നു. എന്റെ പൊന്നച്ഛ എന്റെ 45-ാമത്തെ വയസ്സില് ഇത് എന്റെ അടുത്ത് വന്ന് എന്തോ പ്രശ്നം പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടില്ല. എന്റെ മൂടൊക്കെ മാറിയിരിക്കണം. എന്റെ അച്ഛൻ 45-ാമത്തെ വയസ്സിൽ എന്റെ മരണം വന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ എന്റെ കൈ ഒഴിഞ്ഞ വഴി, അടിക്കാൻ ഒഴിഞ്ഞ വഴി ഞാൻ ആ കൈക്ക് പിടിച്ചു ഒരു പൊട്ടിക്കലോടുത്തു. എന്റെ പൊന്നച്ച അന്ന് രാത്രി എന്റെ ഭർത്താവ് നന്നായി. പിറ്റേ ദിവസം രാവിലെ ചെന്നിട്ട് ഞാൻ ഇച്ചാന്റെ അടുത്ത് നിന്നപ്പോ ഇച്ചാന്റെ അടുത്ത് വന്നിട്ട് കാണിക്കാം ഇടിയേ. അപ്പൊ ഞാൻ ചോദിച്ചു ഇച്ചാന് ചായ. കുഴപ്പമില്ല ഇടിയേ. പിന്നെ ഇതുവരെ അച്ഛ ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ ഇടയില്. സന്തോഷത്തോടു കൂടെ പോണേ. ഞാൻ എന്ത് പറഞ്ഞാലും ഇച്ചാന് പോക്കിയ, ഒരു പ്രശ്നമില്ല. ഈ അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കേ, അടുത്തൊരു ജീവിതത്തിന് ഞാൻ വേറെ ഒരിടത്തെ കെട്ടി 45 വയസ്സ് വരെ ഞാൻ തല്ലുകൊണ്ട് 45-ാമത്തെ വയസ്സില് അതിനെ ഞാൻ തിരിച്ച് തല്ലി. എന്തിനാ ഈ പരിപാടിക്കൊക്കെ പോണേ? ഇതിനെ തന്നെ കിട്ടിയപ്പോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സ്ത്രീനെ കാണുന്ന ജീവിതത്തില്. ഈ മിച്ചായ ഇങ്ങനെ ഇരുന്ന് പുഴുക, പുള്ളി പുഴുകിക്കൊണ്ടിരിക്കുക. ശരിക്കും പറയാം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമുള്ളതാണോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി, പച്ചയ്ക്ക് പറഞ്ഞോ, നിങ്ങൾ ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഹാപ്പി ജീവിക്കാൻ തോന്നാറുണ്ടോ കുടുംബത്തില്? കഴിഞ്ഞ ദിവസം മനു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്നേക്കാ, കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അവൻ പറയാച്ചാ ഞാൻ വീട്ടിൽ പോണി വെച്ചാ. ഞാൻ ചെന്തടാ മടുത്തച്ച, മടുത്ത്. എന്തേ മടുപ്പ്? എന്തേ ഇത്രയും ബുദ്ധിമുട്ട്? എന്തേ ഇത്രയും സന്തോഷമില്ലാത്ത? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാപ്പിയാണോ? ആണോ? 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 പിള്ളേരോട് ചോദിച്ചോട്ടെ. ആകെ അങ്ങനെ ഇരിക്കുന്നുള്ളൂ. യുവമാരെല്ലാത്തിനും തന്നെ പറയുള്ളൂ. എടാ നിങ്ങളുടെ അപ്പനും അമ്മയും പറയാറില്ലേ അപ്പുറത്തെ വീട്ടിലെ മക്കളെ കണ്ടുപിടിക്കാൻ? നിങ്ങളോട് പറയാറില്ലേ? ആണോ? ഇതന്നെയാ. നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ ഹാപ്പിയാണോ? അല്ല. വൈ? ഇങ്ങനെ ഒരു സന്തോഷം സമാധാനം. ഞാൻ അമ്മാത്തോട് ചോദിച്ചിട്ടെ, നിങ്ങള് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ ചോദിച്ചാൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. എന്റെ മനസ്സിൽ എപ്പോഴും ചോദ്യം വരും. അതാണ് എന്റെ ക്ലാസ്. നിങ്ങളാണ് ഉത്തരം കൊടുക്കണ്ടേ. ഞാൻ എവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ ചോദിക്കട്ടെ, എനിക്ക് പ്രായമാകുമ്പോ എന്റെ മക്കള് എന്നെ നോക്കണമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കള് ഒന്ന് കൈവെക്കുക. ഒരു കൊച്ചമ്മയോട് പറയണ്ട, അമ്മ പൊക്ക്, ഞാൻ നോക്കിക്കോളാം. അവളെ പൊക്കമ്മ ഞാൻ നോക്കിക്കോളാം. നോക്കിയേ നോക്കട്ടെ.
ഇങ്ങനെ പോയിക്കാതെ ഞാൻ നോക്കേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്രയും നാള് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ല എന്റെ മക്കള് എന്നെ നോക്കുന്നു. എന്തും പറ്റി? എന്താ നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം? എന്ത് ഇങ്ങനെ? എന്ത് സ്വസ്ഥതയില്ലാത്ത? എന്ത് സമാധാനം ഇല്ലാത്ത? എന്ത് ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് പോയേ? ഇന്ന് വലിയ വീടുകളാ അല്ലേ? പണ്ട് കുഞ്ഞു വീടായിരുന്നു, വലിയ വീടുകളാ. എല്ലാവർക്കും ഓരോ മുറിയാ, എല്ലാവരും ഓരോ മുറി പെട്ടുപോയി. ശരിയല്ലേ? എല്ലാവർക്കും പണ്ട് നിങ്ങൾ വീട്ടിൽ ഒരു ഫോണാ, ഇന്നോ എല്ലാവർക്കും ഫോണാ. 2 or 3 ഫോണുണ്ട് ഓരോരുത്തർക്ക്. എല്ലാവരുടെയും ഫോണാ. പണ്ട് ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നോ, അതിന്റെ ചുറ്റായിരുന്നു എല്ലാവരും. നോർത്ത് നോക്കിയേ, പണ്ടൊരു ടി വി ഉണ്ടായിരുന്നു വീട്ടില്, ഇന്ന് എല്ലാവരും മുറിയിൽ ടിവിയാ. വൈ? എന്ത് പറ്റി? ഒരു വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ന്യൂ ജനറേഷൻ പറയുന്നതാണ്. ഇത് ഇച്ചിരി ഓൾഡാ, പോട്ടെ. പക്ഷെ കണ്ടാ സുന്ദരൻ കേട്ടോ, നല്ല സുന്ദരൻ ചേട്ടനാ. ഓക്കെ, ചേട്ടന്റെ പേരെന്നാ? ബാബുക്കുട്ടിയോ? ബാബുക്കുട്ടിയോ? ഓ, അപ്പനെ സമ്മതിക്കണം. ഓക്കെ, അപ്പൊ കുട്ടീന്ന് പേരിട്ടോളേ പറഞ്ഞതാ. ഓക്കെ, ബാബുക്കുട്ടിയുടെ ഞാൻ തമാശ പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും നാള് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്റെ കുടുംബത്തിൽ എന്തെങ്ങനെ, എന്താ ഇത്രയും പ്രശ്നം? മക്കള്, ഞാൻ അമ്മമാർക്കോട് ചോദിച്ചിട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ഒരു ബന്ധമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നെ കാണാൻ പറ്റില്ലല്ലേ? കിട്ടോ? പറയാൻ പറ്റുമോ? ഞാൻ മിക്കവാറും ടോക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ ഫോൺ വിളിച്ചു. 9:30 മണിക്ക് ടോക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ. 9:30 മണിക്ക് ഫോൺ വിളിച്ചതാ. എടുത്ത വഴിക്ക് അവള് അറിയാ, അച്ഛൻ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, നീ ഇപ്പൊ മരിക്കണ്ട, എപ്പോഴെങ്കിലും മരിച്ചോ? ഇപ്പൊ മരിക്കില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, എനിക്ക് മരിക്കാൻ പോവാ. മരിച്ച എന്തേടി? അവൾക്ക് 10-28 വയസ്സിന് താഴെയാണ്. 22-28 വയസ്സിനിടയിലാണ് അവൾക്ക്. എന്തേടി? അവരെന്നെ പറ്റിച്ചു. അറിയാ, അവരെന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണ്ടടി, ദൈവം ഉണ്ടടി നിന്റെ കൂടെ. അവരെ ഇല്ലച്ചോ, ഇല്ലച്ചോ, ദൈവം ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ, ഞാൻ ഇത്ര സങ്കടപ്പെടച്ചോ, ഞാൻ ഇത്ര വിഷമിക്കച്ചോ, എന്തിനച്ചോ ഇങ്ങനൊരു ദൈവം? ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, ദൈവം നിന്നെ നോക്കിക്കോളടി, നീ വിഷമിക്കണ്ടടി. അവളെ പറഞ്ഞു, ഇല്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, ജീവിക്കണ്ടച്ചോ, മരിച്ചാ മതിയച്ചോ, എന്തിനച്ചോ എന്നെ മാത്രം ഇങ്ങനെ ഇട്ടേക്കണേ, എനിക്ക് മടുത്തു വെച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, ദൈവം നിന്നെ നോക്കിക്കൊള്ളടി. അവള് അറിയില്ലച്ചോ, എനിക്ക് ജീവിക്കണ്ടച്ചോ, അവനില്ലാത്തൊരു ജീവിതം എനിക്ക് പറ്റില്ലച്ചോ, എനിക്ക് മടുത്തു വെച്ചോ, എന്റെ ജീവിതം തീർക്കാൻ പോവച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ നോക്കിക്കൊള്ളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, നീ വിഷമിക്കണ്ടടി മോളെ, എല്ലാം ശരിയാവൂടി. അവള് ഇല്ലച്ചോ, ഇല്ലച്ചോ, എന്റെ ഈ സങ്കടത്തിൽ കൂട്ടിരിക്കാത്തൊരു ദൈവത്തെ എനിക്ക് വേണ്ടച്ചോ, അവൻ എനിക്ക് തരാത്ത ദൈവം വേണ്ടച്ചോ, എന്തിനച്ചോ ഇങ്ങനൊരു ദൈവം? ഞാൻ ഇത്ര സങ്കടം വന്നിട്ട് എന്തിനച്ചോ ഈ ദൈവം ഇടപെടാത്ത? ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ നോക്കിക്കൊള്ളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവള് പറയാ, ഇല്ലച്ചോ, 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 ദൈവം ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര സങ്കടപ്പെടച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. ഈ സാധനത്തിന്റെ അടുത്ത് 9:30 മണി തൊട്ട് 11:30 മണി വരെ ഞാൻ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. 11:30 മണി എത്തിയിട്ട് ഞാൻ പള്ളിയിലെത്തി തിരിച്ച് ഇതുപോലെ കൺവെൻഷൻ കഴിഞ്ഞ് പോണ സമയത്ത് ഫോൺ എടുത്തേ. സാധാരണ അങ്ങനെ ഫോൺ എടുക്കാത്തൊരു മനുഷ്യനെ ഞാൻ. സത്യം പറഞ്ഞ ഇവിടുന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന മകനോട് ചോദിച്ചു നോക്ക്, അവൻ എത്ര പ്രാവശ്യം വിളിച്ചാലും ഞാൻ എടുക്കണേ. ഞാൻ എടുക്കുക, അങ്ങനെ ഫോണിൽ എനിക്ക് യൂസ് ചെയ്യാത്ത ഒരാളാ. അത്യാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ യൂസ് ചെയ്യില്ല. ഇപ്പൊ തന്നെ എന്റെ വാട്സപ്പ് എടുത്ത് നോക്കുന്നേ, ഇതിന് തന്നെ ഇഷ്ടം പോലെ. ഇപ്പൊ തന്നെ 4000-ലധികം മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട് വാട്സപ്പിൽ. 4092 മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കോള് വന്നിട്ടുണ്ട്, ഒരു 100 കോള് വന്നിട്ടുണ്ട്, മിസ് കോള്. എന്നോട് മിണ്ടാൻ വേണ്ടി വിളിക്കണവരതൊക്കെ, 5 മിനിറ്റ് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കണവരതൊക്കെ എത്ര പേരാ മതി? അങ്ങനെയാണ് വരുന്നത്. അറിയാണ്ട് ഇട്ടു പോയത്, സത്യം പറഞ്ഞാൽ അറിയാണ്ട് ഇട്ടു പോയതാ. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഇതിനോടെ പറഞ്ഞോണ്ടിരിക്കുക, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം ശരിയാക്കൂടി എന്ന് പറഞ്ഞിട്ട് ഇത് 11:30 മണിക്ക് ഫോൺ വെക്കുമ്പോൾ എന്നോട് പറയാ, ഞാൻ മരിക്കാൻ പോവാ.
ഞാൻ പറഞ്ഞു നീ ഫോൺ വെച്ചേ, മടുത്തു മതി വെച്ചേ, മടുത്തു വെച്ചേ. എനിക്ക് നാളെ കുർബാനയുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ കുർബാന ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പൂജയും ദിവ്യബലി ഉള്ളതാ, നിങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും എന്റെ മോളെ 11:30 മണിയായി, അച്ഛന് കിടന്നുറങ്ങണം, നീ ഫോൺ വെച്ച്. ഫോൺ വെച്ചു. അച്ഛൻ പ്രാർത്ഥിക്കാൻ നിനക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വെപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇവിടെ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും ആത്മഹത്യ തൂങ്ങി ഫാനിലെ കുടുക്ക കിട്ടും. 10-22 വയസ്സിന് മോളോട് ഒരു പെൺകുട്ടിയാ, ഒരുത്തൻ പോയിന്ന് വെച്ചോട്ട് കൊടുത്തിട്ട് തൂങ്ങി നിക്ക. അമ്മ കണ്ടോ ഒച്ചപ്പാടെ കേട്ടപ്പ, ഇതിങ്ങനെ വീട് കിടക്കുന്നുണ്ടപ്പോ അമ്മ കണ്ടു. അമ്മ ഓടിച്ചെന്ന് ഈ കൊച്ചിനെ കാലക്കിനെ പിടിച്ചു. അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ പൊക്കിയെടുക്കാൻ പറ്റില്ല കൊച്ചിനെ. അമ്മ ഇങ്ങനെ നിക്കാ കൊച്ചിനെ പിടിച്ച്. അമ്മ എന്താ ചോദിച്ചു, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി, അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ എത്തി. നിങ്ങളറിയാല, അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ആ കുടുക്കിന്ന് ഊരി അവിടെ രക്ഷിച്ചു. പോലീസ് കേസായി. പോലീസ് വന്ന ഏറ്റവും ആദ്യം പരിശോധിക്കുന്നതായിരിക്കും ഫോൺ. ഇവിടെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. എനിക്കൊരു കോൾ വന്നേക്കാം. ആരാടാ നീ? നല്ലത് പോലീസാണ് കേട്ടോ. അവരോട് ചോദിക്കുക ആരാടാ നീ? ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. അപ്പൊ എന്നോട് ചോദിച്ചു ഏത് ജിനുവച്ചൻ? ഞാൻ പറഞ്ഞു ധ്യാനിപ്പിക്കാനും പ്രസംഗിക്കാനൊക്കെ പോണ ജിനുവച്ചൻ. അച്ഛനൊന്നുകൂടി രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ ചാവളെന്ന് പറഞ്ഞു വിളിച്ചതാ, എനിക്കറിയാൻ പാടില്ല. അച്ഛ ഞങ്ങള് വോയിസ് റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, അച്ഛനെ ഞങ്ങൾ വിളിക്കാട്ടാ. ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ തിരിച്ചു വിളിച്ച് ഈ പോലീസുകാരൻ, നല്ല പോലീസുകാരനാ, എടുത്ത വഴിക്ക് കൂടി ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞറിയോ, അച്ഛ സോറി അച്ഛ, ഞാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിക്കണം. നമ്മൾ എന്താ സാറേ? അച്ഛൻ ഇന്നലെ രാത്രി സംസാരിച്ച പെൺകുട്ടി ഇന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങള് കുക്കിന്ന് അഴിച്ചിട്ടിട്ട് വന്നിക്കണേ. ഞങ്ങൾ വോയിസ് റെക്കോർഡ് പരിശോധിച്ചു വെച്ചാ അപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അച്ഛൻ ഇനി ഫോൺ ചെയ്യുമ്പോ സൂക്ഷിക്കണം. ശരിയല്ലേ? കുറച്ചു നാളൊന്ന് UK ഒരു പെൺകുട്ടിയാണ് വിളിച്ചേക്കാം. നിങ്ങളൊക്കെ മക്കളാന്ന് ഓർക്കണം. UK ഒരു പെൺകുട്ടി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കാം, അച്ഛനോട് എനിക്ക് മിണ്ടണം, അച്ഛനോട് എനിക്ക് മിണ്ടണം, അച്ഛനോട് എനിക്ക് മിണ്ടണം. ഒരാഴ്ച കണ്ടിന്യൂസ് മെസ്സേജ് എടുത്ത് ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിനെന്തെങ്കിലും പ്രശ്നമായിരിക്കില്ല, അതുകൊണ്ട് മിണ്ടിയേക്കാം. ഞാൻ പിറ്റേ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കോൾ എടുത്തു, സംസാരിച്ചപ്പോ മനസ്സിലായി എന്റെ മാനസിക പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നു മോളെ അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടാ, ഈ ഫോൺ വെക്കി. അവിടെ ഫോൺ വെച്ചു. പിറ്റേ ദിവസം പിന്നെ വിളി തുടങ്ങി, കണ്ടിന്യൂസ് വിളി. ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് വിളിച്ചപ്പോൾ ഞാൻ വെച്ചു ദൈവമേ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കട്ടെ, ഇനിയിപ്പോ UK കൊച്ചിനെ ഞാൻ എങ്ങനെ പോയി കണ്ടെത്തും, പോട്ടെ അത് എവിടെയെങ്കിലും പോയി നന്നാവട്ടെ എന്ന് വെച്ച് ഒരാഴ്ച കണ്ടിന്യൂസ് വിളിച്ചിട്ട് എന്നെ കിട്ടാതിരുന്നപ്പോ അവള് പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചേക്കാ, അച്ഛൻ എന്റെ ഫോൺ എടുത്തില്ലെങ്കിൽ അച്ഛന്റെ പേര് എഴുതി വെച്ച് വിളിച്ചാവുന്നു. ഇപ്പോഴും നടക്കണ്ടത്. നിങ്ങൾ ചിരിക്കണേ, ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി. ഈ ബോധമില്ലാത്തത് എന്തെങ്കിലും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിച്ചോട്ടോ, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തമ്പുരാന്റെ അടുത്ത് പോയി. എന്റെ തമ്പുരാനെ അതിന് ബോധമില്ലാണ്ടൊന്നും ചെയ്യില്ലട്ടാ. സത്യല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലും പിള്ളേരാണ് ഇനിയും പറഞ്ഞത് ഇഷ്ടംപോലെ എത്ര കൗൺസിലിംഗ് കേസ് കൊണ്ടുവരുന്നറിയോ? ഇതിന്റെ തൊട്ടടുത്തൊരു പള്ളിയില് എവിടെയൊന്നും പറയില്ല, ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയാ. ആ പള്ളിയെ പറയുന്നത് എനിക്കറിയാം. ആ പള്ളിയില് ഒരിക്കലും ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. നദാനിയെന്നൊരു പെൺകുട്ടി എഴുന്നേറ്റുന്നു. നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നതാണ്? എങ്ങനെ ഇരുന്നാട്ടാ, ഇങ്ങനെ ഇരുന്നാല് പിള്ളേരാ ആ വീട്ടിലുണ്ട്. ചേച്ചിയുടെ കൊച്ചുകൾക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ എല്ലാത്തിനും കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഈ അടവകയുടെ എല്ലാത്തിനും ബന്ധമുണ്ടെന്നല്ല പറഞ്ഞ കേട്ടോ. നല്ല പൈതലുകൾ ഇവിടെ ഉണ്ട്, നല്ല പൈതലുകളുണ്ട്. സത്യം, നല്ല കൊച്ചുകളുണ്ട്, പ്രാർത്ഥിക്കുന്ന കൊച്ചുകളുണ്ട്, അതൊക്കെ സത്യം. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടെന്ന് ചോദിക്കുന്നുള്ളൂ. ഞാൻ പ്രശ്നത്തിലേക്ക് വരട്ടെ. എല്ലാ അച്ഛനീ പറയുമ്പോ ഇപ്പൊ എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് പ്രശ്നം അല്ല. പക്ഷെ അച്ഛന്റെ അടുത്ത് വരുന്ന കൗൺസിലിംഗ് കേസുകളിൽ നിന്നാണ് അച്ഛൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ മക്കളൊക്കെ സൂപ്പർ മക്കളതെ ഇതൊക്കെ എന്താ സാധനങ്ങള് എണ്ണണം എന്തായിരിക്കും കേട്ടോ. ഈ അച്ഛനമ്മ ഉണ്ടോ? ഈ അച്ഛനമ്മ ഉണ്ടോ? പൊക്കോടാ സഭയുടെ ഒരു അവസ്ഥയോ. അപ്പൊ ഞാൻ പറഞ്ഞറിയോ, നല്ല മക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അച്ഛൻ പറയുമ്പോ അച്ഛന് എന്താണ് ഇപ്പോഴത്തെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയണേ. നിങ്ങൾ ചിന്തിക്കണം.
ഞാൻ ഈ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോ ഒരു പെൺകൊച്ച എഴുന്നിട്ട് പറയാ, അച്ഛാ ഞാൻ പറഞ്ഞു ഞാൻ കുറെ ക്ലാസ്സുകള് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഒരുങ്ങി ഞാൻ ലഹരികൾ ഇങ്ങനെ MDMA ഇങ്ങനെയുള്ള ലഹരികളൊക്കെ കാണിച്ച് എല്ലാ ലഹരികളും കാണിച്ചു കഴിഞ്ഞപ്പോ ഈ നഥാനിയ എന്ന് പറഞ്ഞ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു എഴുന്നിട്ടുന്നു. ഞാൻ ചോദിച്ചു എന്തേടി ഒരു സാധനം അച്ഛൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിൽ പഠിക്കണം നിൽക്കോ, ഞാൻ ഇത്രയും റെഫർ ചെയ്തിട്ട് ഇത്രയും സാധനം കിട്ടിയിട്ടുള്ളൂ, നീ എന്തടി നിനക്ക് ഇനി കിട്ടാത്ത? അച്ഛ ഒരു സാധനം അച്ഛനിപ്പോ കാണിച്ചിട്ടില്ല, ഞങ്ങളുടെ സ്കൂളിലൊക്കെ കിട്ടും. ഞാൻ ചോദിച്ചു എന്തടി കൂള് എന്ന് പറഞ്ഞാൽ നമുക്കറിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ കൂടല്ല. ഒരു കൂടെന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പിള്ളേരുടെ വെച്ചോ. ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ ഹാൻസ് പോലെ ചുണ്ടിന്റെ അടിയിൽ വെക്കാൻ കൂടെന്ന് പറയണത്. ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം? 7ാം ക്ലാസ്സിൽ പഠിക്കണം നദാലിയ പെൺകുട്ടി, ഞാൻ ഇന്നും ഓർത്തിരിക്കാൻ കാരണതാ. ഞാൻ ചോദിച്ചു കൊച്ചിനെ എങ്ങനെ അറിയാം? സ്കൂളിൽ കിട്ടുവച്ചാന്ന്. എന്തോ ഉറപ്പില്ല വേറെ. നമ്മുടെ കുടുംബം ഇങ്ങനെ, നമ്മുടെ മക്കളെന്ത് ഇങ്ങനെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ ചൂണ്ടിട്ടോണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ അല്ലേ? നമ്മള് പാടത്ത് മീനെ പിടിച്ചും ചൂണ്ടിയിട്ട് നടന്ന ടീമുകളെ നമ്മളൊക്കെ. ഇന്നത്തെ പിള്ളേരാ അപ്പൻ എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടോ? പണ്ടൊക്കെ നിങ്ങളൊക്കെ അപ്പനെ കുറിച്ച് 2 വർത്തമാനം പറഞ്ഞ് നമ്മൾ പോയി ഇടിക്കും ഇല്ലേ? ശരിയാണോ? എടാ നിന്റെ അപ്പനോട് പറയടാ, ഞാൻ എത്ര എണ്ണത്തിന് ഇടിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെ അപ്പനോട് പറയണമെന്ന് പറഞ്ഞാൽ ഇടിക്കും, എന്റെ അമ്മയോട് പറയടാ എന്ന് പറഞ്ഞാൽ അപ്പിടിയാണ്. എത്ര എണ്ണത്തിന് ഇടിക്കും ഞാൻ എത്ര എണ്ണത്തിന് ഇടിച്ചിട്ടുണ്ടെന്നറിയോ? ഈ കൈ കൊണ്ട് ക്ലാസ്സിന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇടിച്ചിട്ട് അമ്മയോട് പറയടാ, അമ്മ എന്ന് പറഞ്ഞാൽ അപ്പിടിക്കും, അപ്പാന്ന് പറഞ്ഞാൽ അപ്പിടിക്കും. അപ്പനെ കുറിച്ച് അമ്മയുടെ പറയണോ? അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. നിങ്ങൾ ആരും സമ്മതിക്കോ? ഇല്ല. ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞോക്കെ എന്റെ അപ്പനോട് പറയടാ, പറഞ്ഞിട്ട് നാളെ പറയട്ടെ. അപ്പൻ എന്ന് പറയുന്ന ഒരു വികാരോ അമ്മ എന്ന് പറഞ്ഞൊരു വികാരോ സ്നേഹമോ ഒന്നും ഇന്നത്തെ പിള്ളേർക്ക് ഇല്ല. വൈ? എന്താ അങ്ങനെ? എന്താ പറ്റിയേ? ഞാൻ എന്തിനൊക്കെ പ്രശ്നങ്ങൾ പറയുന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ടാ എന്റെ കുടുംബം ഇങ്ങനെ, എന്തുകൊണ്ട് ഈ ക്ലാസിന്റെ പ്രസക്തി ഇപ്പോ? അതുകൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ പറഞ്ഞേ. കുറച്ച് നാളും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചക്കൻ എനിക്ക് മെസ്സേജ് അയച്ചു, അച്ഛാ എനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു പറയടാ, എനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു പറയാ മോനെ, എനിക്കൊരു സങ്കടമുണ്ട്. എന്ന് പറയടാ. ഇല്ല അച്ഛാ എനിക്ക് പറ്റണില്ല അച്ഛാ, എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛാ. എന്താണ് നിനക്ക് ജീവിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം? എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛാ. എന്തിയടാ ജീവിക്കണ്ട ചിരിക്ക് മടുത്തച്ച. ഞാൻ മോനൊന്ന് കാണാൻ കൊയ്റ്റാക്കാൻ വേണ്ടി ചോദിച്ചു, മോനൊന്നോട് ജോലി ചെയ്യണോ? അല്ല അച്ഛാ പഠിക്കുക. നീ എത്രയില്ല? അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വേറെ MSW MBA ഒക്കെ ചെയ്യുന്ന ചെക്കനായിരിക്കും. ഞാൻ ചോദിച്ചു നീ എത്രയില്ല പഠിക്കണേ? ഈ മുതൽ എന്റെ അടുത്ത് പറയാ, ഞാൻ നീ എത്രാം ക്ലാസ്സിൽ പഠിക്കില്ല? എത്രയും MBA ചെയ്യണോ? അല്ല അച്ഛാ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കണം നിനക്ക് എന്നോട് ഇത്രയും വലിയ പ്രശ്നം? അതല്ല അച്ഛാ, അതല്ല ഞാൻ ചെയ്തല്ല, അതല്ല അച്ഛാ, അതല്ല ഞാൻ ചെയ്തല്ല. അപ്പം പറയാ അച്ഛാ എനിക്കൊരു പെൺകുട്ടിനെ ഇഷ്ടമായി. 8ാം ക്ലാസ്സിൽ പഠിക്കണവൻ 8ാം ക്ലാസ്സിലായപ്പോഴേക്കും മൂത്തൊളിഞ്ഞ് നിക്ക. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അടുത്ത ചോദിച്ചു അവളെത്രയാണ്? 6ല്. കോവിഡാനന്തര ക്ലാസ്സുകളാ, ഓൺലൈൻ ക്ലാസ് കൊടുക്കങ്ങട്. അവളെത്രയാണ്? 6ല്. അതിപ്പോ എന്താണ് പ്രശ്നം? അല്ലച്ചാ പണ്ടൊക്കെ ആണെങ്കിൽ എത്ര മെസ്സേജ് അയച്ചാലും അവള് ബ്ലൂടിക്ക് ഒക്കെ കണ്ടിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇന്ന് എന്റെ അച്ഛ അവള് മിണ്ടണില്ല എന്നോട്. ബ്ലൂടിക്ക് ഒക്കെ കാണിക്കണ്ട, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു പൊന്നു മോനെ പോട്ടടാ, നീ വലുതാവട്ടെ, നമുക്ക് നല്ലത് വേറെ നോക്കാം, നീ വിട്ടുകളാ, നീ എന്തെങ്കിലും പഠിച്ച് നന്നാവ്, എന്റെ മോൻ നന്നാവ്. ഞാൻ മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുക. ഈ സാധനം കുറച്ചു നേരം കേട്ടിട്ട് പറയാ അതല്ല അച്ഛാ ഒരു കാര്യം എന്തിയടാ, എനിക്കൊരു ഇതുണ്ട് അച്ഛാ. എന്തിയടാ അച്ഛനൊരു പ്രാർത്ഥന പറഞ്ഞു. എന്തിട്ട് പ്രാർത്ഥന? ഈ മുതലോട് ചോദിച്ച ചോദ്യം അറിയോ? അച്ഛാ അവളെ വളയ്ക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾ ഇന്നത്തെ കാലഘട്ടം പോണ പോക്കേ, ഞാനെന്താ ബ്രോക്കറോ? അവളെ വളയ്ക്കാൻ വേണ്ടി പ്രാർത്ഥന കൊടുക്കണം. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്താ നമ്മുടെ മക്കളെ ഇങ്ങനെ? അപ്പനെന്ന അമ്മയെന്ന മഹാപുണ്യത്തെ മനസ്സിലാക്കാൻ മാത്രം പറ്റണില്ല. ഇപ്പൊ നമ്മുടെ വിചാരിച്ച പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ മുഴുവൻ കിടന്ന ഒരു അമ്മേനെ അവിടെ ശരിക്കും പറഞ്ഞു മുന്നിൽ തള്ളിയിടാ. എത്ര പേര് കണ്ടെന്നു?
നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഇങ്ങനെയല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാൻ അച്ഛൻ കോമണായിട്ട് പറയുന്നത് എന്റെ അപ്പനമ്മയും നാളെ അങ്ങനെ നൽകിക്കേണ്ടി വരില്ലേ? എന്താ പറ്റിയ നമുക്കൊക്കെ ഇങ്ങനെ? നമ്മുടെ കുടുംബം ഇങ്ങനെ പോണേ, സ്വസ്ഥതയോ സമാധാനോ ഒരു സന്തോഷമില്ല. അപ്പനും അമ്മയും കണ്ട മിണ്ടാത്ത കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇടയില്, ഇല്ലേ? കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്നു, ഒരു പ്രണയബന്ധത്തിൽ പെട്ടിരിക്കുക. അവിടെ കൊണ്ടുവന്നേക്ക അപ്പ അമ്മക്ക് പറഞ്ഞു, അച്ഛാ ഇവളോട് പറയച്ചാ, വേണ്ടെന്ന് വയ്ക്കാൻ പറയച്ചാ, വേണ്ടെന്ന് വയ്ക്കാൻ പറയച്ചാ, അച്ഛൻ പറഞ്ഞ് കേൾക്കുവച്ചാ, അച്ഛനൊന്നും പറയച്ചാ. നമ്മളൊന്നും പറയാം. ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വാതിൽ അകത്തേക്ക് വന്നു. അമ്മ വാതിൽ അകത്തേക്ക് വന്നപ്പോഴേക്കും അപ്പം പുറത്തേക്ക് പോയി. അമ്മ, അച്ഛാ അവളോട് പറയച്ചാ, വേണ്ടെന്ന് പറയച്ചാ, വേണ്ടെന്ന് പറയച്ചാ, അവൻ ശരിയല്ല അച്ഛാ, അച്ഛൻ പറയച്ചാ, അവളോട് പറയച്ചാ, വേണ്ടെന്ന് പറയച്ചാ. ഇത് കഴിഞ്ഞ് അമ്മ കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ അപ്പൻ വാതിൽ അകത്തേക്ക് വന്നു. അപ്പൊ അമ്മ വാതിൽ ഇത് വന്നിട്ട് അമ്മ പുറത്തേക്ക് വരും. ഞാൻ ചോദിച്ചു, നിങ്ങളും കുട്ടി കാണിച്ചോണ്ടിരിക്കണേ? അപ്പൊ ഈ കൊച്ചു തലവരിച്ചിട്ട് പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് അറിയോ? ഇതച്ചാ വീട്ടിലെ പ്രശ്നം, ഇതാ വീട്ടിലെ പ്രശ്നം. എനിക്ക് അമ്മയോട് മിണ്ടാൻ പറ്റുന്നില്ല. അമ്മയോട് മിണ്ടിയ അപ്പം മിണ്ടില്ല, അപ്പനോട് മിണ്ടിയ അമ്മ മിണ്ടില്ല. പിന്നെ ഞാൻ ആരോട് അച്ഛൻ മിണ്ടണ്ടേ? ഇവര് രണ്ടുപേരും മിണ്ടാത്തോണ്ട് ഞാൻ വേറെ ആളെ മിണ്ടി തുടങ്ങി. എന്റെ അവള് ചോദിക്കാ എന്റെ തെറ്റത്? എനിക്ക് ആരുടെങ്കിലും മിണ്ടണ്ടച്ചാ? ഞങ്ങളുടെ വീട്ടിലൊന്നുള്ളൂ. ഇവിടെ എത്ര മക്കളുള്ളവരൊക്കെ ഉണ്ട്? 2-3 ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊക്കെ മിണ്ടിയിരുന്നോളും. കാര്യമായിട്ട് പറയണ, പണ്ട് 8-10 മക്കളുണ്ടായിരുന്ന വീട്ടില് ഇല്ലേ? ഇല്ലേ? മോഹൻചാണ്ടി വീട്ടിൽ എത്ര ഉണ്ടായിരുന്നു? 2 രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ അപ്പനമ്മ മതിയാവും. മോഹൻചാണ്ടി പിള്ളേരുണ്ടോ? അവരെല്ലാരും കൂട്ടി വീട്ടിലെല്ലാവരും എത്ര ഉണ്ടെന്നില്ല, മക്കൾ എത്ര ഉണ്ടെന്ന്. മോഹൻചാണ്ടി അപ്പനമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? മോഹൻചാണ്ടി അടക്കം 5 എണ്ണം. ഓ, ഇതുപോലെയൊക്കെയല്ലേ. പിന്നെ എങ്ങനെയാ? ഓക്കെ, ചിന്തിച്ചു നോക്കിയാണ്. എനിക്ക് അവരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കളിയാക്കുന്നത്. ഞാൻ മോഹൻചാണ്ടിക്ക് ഇഷ്ടമായി. നല്ല സുന്ദരനെ വിളിക്കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു.